കൊല്ലം കല്ലുവാതുക്കലിൽ നവജാത ശിശുവിനെ അമ്മ കൊലപ്പെടുത്തിയതും തുടർന്ന് ബന്ധുക്കളായ 2 യുവതികൾ ആത്മഹത്യ ചെയ്തതും കേരളം മറന്നു കാണില്ല. 3.5 വർഷം മുൻപാണ് സമൂഹ മാധ്യമങ്ങളുടെ ദുരുപയോഗം 3 മനുഷ്യജീവനുകൾ ഇല്ലാതാക്കിയത്. അനന്തു എന്ന വ്യാജ ഫേസ്ബുക്ക് ഐഡിയിൽ ചാറ്റ് ചെയ്ത ആളുമായി ഉണ്ടായ പ്രണയമാണ് രേഷ്മ എന്ന യുവതിയെ കൊടും ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചത്. കരിയിലെ കൂട്ടത്തിൽ ഉപേക്ഷിച്ച നവജാത ശിശു മരിച്ച കേസിൽ അമ്മ രേഷ്മ കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കേസിൽ കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ കോടതിയിൽ നിന്നുള്ള ശിക്ഷാവിധിക്ക് ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ. ജനുവരി 5-നാണ് കല്ലുവാതുക്കലിൽ കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച നിലയിൽ നവജാത ശിശുവിനെ കണ്ടെത്തിയത്. കേസിലെ പ്രതിയായ രേഷ്മയുടെ വീടിന് പിന്നിലെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് പൊക്കിൾക്കൊടി പോലും ശരിയായ രീതിയിൽ മുറിച്ചു മാറ്റാത്ത നിലയിൽ കുഞ്ഞിനെ കണ്ടെത്തിയത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. DNA പരിശോധനയിൽ രേഷ്മയുടെ കുഞ്ഞാണെന്ന് മനസ്സിലായതോടെ പാരിപ്പള്ളി പോലീസ് ജൂണിൽ യുവതിയെ അറസ്റ്റ് ചെയ്തു. അധിക സമയവും ഫേസ്ബുക്കിൽ ചെലവഴിച്ചിരുന്ന രേഷ്മയ്ക്ക് അനന്തു എന്ന പേരിലുള്ള ഐഡിയിൽ ചാറ്റ് ചെയ്തയാളുമായി അടുപ്പമുണ്ടായെന്നും ഇയാളാണ് കുട്ടിയെ ഉപേക്ഷിക്കാൻ നിർബന്ധിച്ചതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. എന്നാൽ അനന്തുവിനെ കണ്ടെത്താൻ പോലീസിനായില്ല. ഇതിനിടെയാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. രേഷ്മയുടെ ഭർത്താവിന്റെ സഹോദര ഭാര്യ ആര്യ, ഭർത്താവിന്റെ സഹോദരി പുത്രി ഗ്രീഷ്മ എന്നിവർ ഇത്തിക്കരയാറ്റിൽ ചാടി ജീവനൊടുക്കി. രേഷ്മ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അനന്തു എന്ന കാമുകൻ വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലാണെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. അനന്തു എന്ന പേരിൽ ചാറ്റ് ചെയ്തിരുന്നത് ആര്യയും ഗ്രീഷ്മയുമായിരുന്നെന്നും പോലീസ് കണ്ടെത്തി. പോലീസ് പിടികൂടുമെന്ന് ഉറപ്പായതോടെയായിരുന്നു ഇരുവരുടെയും ആത്മഹത്യ. കുഞ്ഞിന്റെ മാതാപിതാക്കൾ രേഷ്മയും ഭർത്താവ് വിഷ്ണുവുമാണെന്ന് കണ്ടെത്തിയ DNA പരിശോധനാ ഫലം കോടതി പൂർണ്ണമായി അംഗീകരിച്ചു. കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടി രേഷ്മ ഭർത്താവിൽ നിന്ന് ഗർഭം മറച്ചുവെക്കുകയും പ്രസവശേഷം കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ചതിനെ തുടർന്ന് കുഞ്ഞു മരിക്കുകയും ചെയ്തതാണ് പോലീസ് കേസ്. ന്യൂസ് 18 കൊട്ടാരക്കര.